മുംബൈ നഗരത്തിലെ തിരക്കേറിയ തെരുവോരങ്ങൾ ആയിരക്കണക്കിന് മനുഷ്യർ ഒഴുകി നടക്കുന്നതിനിടയിൽ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു പെൺകുട്ടി. പക്ഷേ ആരെങ്കിലും ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ പിന്നെ കണ്ണെടുക്കാൻ തോന്നില്ല. അത്രയ്ക്ക് വശ്യതയുണ്ടായിരുന്നു അവളുടെ മുഖത്തിന്. പ്രത്യേകിച്ച് ആ കണ്ണുകൾ. സാധാരണ ആർക്കും കാണാത്ത പച്ചയും തവിട്ടും കലർന്ന സമുദ്രം പോലെ ആഴമുള്ള വിചിത്രമായ കണ്ണുകൾ. ആ കണ്ണുകളിൽ നോക്കിയാൽ ആരും ഒന്ന് മയങ്ങിപ്പോകും. അഴുക്കിനും പട്ടിണിക്കുമിടയിലും അവളുടെ മൂക്കുത്തിയും കാതിലെ ആഭരണങ്ങളും ഒരു പഴയ രാജകുടുംബത്തിലെ എന്ന പോലെ തിളങ്ങി നിന്നു. പക്ഷേ അവൾക്ക് പേരില്ല. ആരെങ്കിലും എടി എന്നോ ഭ്രാന്തി എന്നോ വിളിച്ചാൽ അവൾ തിരിഞ്ഞു നോക്കും. താൻ ആരാണെന്നോ എവിടെ നിന്നാണ് വന്നതെന്നോ തന്റെ പേരെന്താണെന്നോ അവൾക്കറിയില്ല. ഓർമ്മകളുടെ പുസ്തകം അവൾക്ക് മുന്നിൽ ശൂന്യമാണ്. അറിയാവുന്നത് ഒന്നു മാത്രം: വിശപ്പ്. പെട്ടെന്നാണ് ആകാശത്ത് കാർമേഘങ്ങൾ ഉരുണ്ടുകൂടിയതും മുംബൈ നഗരത്തെ നനച്ചുകൊണ്ട് മഴ തകർത്തു പെയ്തതും. ആളുകൾ ചിതറിയോടി. റോഡിൽ വാഹനങ്ങളുടെ നീണ്ട നിര രൂപപ്പെട്ടു. ആ മഴയത്താണ് വില കൂടിയ ഒരു ആഡംബര കാർ ട്രാഫിക് സിഗ്നലിൽ വന്നു നിന്നത്. പുറം ലോകത്തെ ബഹളങ്ങളൊന്നും അറിയാതെ AC കാറിന്റെ സുഖശീതളിമയിൽ ലാപ്ടോപ്പിൽ കണ്ണും നട്ടിരിക്കുകയായിരുന്നു അമിത്. കോടികളുടെ ബിസിനസ് സാമ്രാജ്യത്തിന്റെ അധിപൻ. അവന്റെ ലോകം കണക്കുകളുടെയും ലാഭനഷ്ടങ്ങളുടെയും മാത്രമായിരുന്നു. പുറത്ത് മഴ കനക്കുകയാണ്. വിശപ്പിന്റെ വിളി സഹിക്കാൻ കഴിയാതെ ആ പെൺകുട്ടി മഴയത്തേക്ക് ഇറങ്ങി നടന്നു. അവളുടെ കണ്ണുകൾ അമിത്തിന്റെ കാറിലാണ് ഉടക്കിയത്. ആ കാറിനുള്ളിലുള്ള ആൾക്ക് തന്നെ സഹായിക്കാൻ കഴിയുമെന്ന് എന്തോ ഒരു ഉൾവിളി അവൾക്കുണ്ടായി. മഴവെള്ളം അവളുടെ മുഖത്തു കൂടി ഒഴുകിയിറങ്ങി. ആ വിചിത്രമായ കണ്ണുകൾ കാറിന്റെ കറുത്ത ഗ്ലാസ്സിലേക്ക് ഉറ്റുനോക്കി. അവൾ വിറയ്ക്കുന്ന കൈകളോടെ ആ കാറിന്റെ അടുത്തേക്ക് നടന്നു. കാറിന്റെ ഗ്ലാസ്സിൽ വിരലുകൾ തട്ടിയ ശബ്ദം കേട്ട് അർജുൻ തല ഉയർത്തി. ഗ്ലാസ് മെല്ലെ താഴ്ന്നു. അവൻ കണ്ടത് മഴയിൽ കുതിർന്ന ലോകത്തിലെ ഏറ്റവും മനോഹരമായ, എന്നാൽ പേര് പോലുമില്ലാത്ത ആ കണ്ണുകളെയാണ്. അവളുടെ ആ കണ്ണുകളിലെ തീഷ്ണതയും അതിലുപരി ആ നോട്ടത്തിലെ നിസ്സഹായതയും അമിതിന് അവളെ അവഗണിക്കാൻ തോന്നിയില്ല. AC കാറിന്റെ സുഖലോലുപതയിലിരുന്ന് പുറത്തെ ആ കാഴ്ച കണ്ടില്ലെന്ന് നടിക്കാൻ അവന്റെ മനസ്സ് അനുവദിച്ചില്ല. അവൻ പേഴ്സ് എടുക്കാൻ തുനിഞ്ഞതും സിഗ്നൽ പച്ചയായി മാറി. നിമിഷ നേരം കൊണ്ട് പിന്നിൽ നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങളുടെ ഹോൺ വിളികൾ മുഴങ്ങിത്തുടങ്ങി. ഒരൊറ്റ നിമിഷം പോലും കാത്തു നിൽക്കാൻ ക്ഷമയില്ലാത്ത മുംബൈ നഗരത്തിന്റെ തിരക്ക് അവനെ അസ്വസ്ഥനാക്കി. അവൻ തിടുക്കത്തിൽ പേഴ്സ് തുറന്നു. നോക്കിയെടുക്കാൻ സമയമില്ലാത്തതുകൊണ്ട് കയ്യിൽ തടഞ്ഞ ഒരു 100 രൂപ നോട്ട് അവൻ വലിച്ചെടുത്തു. ഗ്ലാസ് പകുതി താഴ്ത്തി അവൻ ആ നോട്ട് അവളുടെ നേർക്ക് നീട്ടി. കാർ മുന്നോട്ടെടുക്കാനുള്ള തിടുക്കത്തിൽ അവന്റെ കൈ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ആ 100 രൂപ നോട്ട് അവളുടെ കയ്യിലേക്ക് വെച്ചതും മഴ നനഞ്ഞു കുതിർന്ന അവന്റെ വിരലിൽ നിന്ന് അയഞ്ഞു കിടന്നിരുന്ന വിലപിടിപ്പുള്ള ആ വജ്രമോതിരം വഴുതി താഴേക്ക് വീണു. പക്ഷേ ഹോൺ വിളികളുടെ ബഹളത്തിനിടയിലും വണ്ടി മുന്നോട്ടെടുക്കാനുള്ള വ്യഗ്രതയിലും അർജുൻ അതറിഞ്ഞില്ല. കാർ മെല്ലെ മുന്നോട്ട് നീങ്ങിത്തുടങ്ങി. കയ്യിൽ കിട്ടിയ 100 രൂപ നോട്ട് കണ്ട് അവളുടെ വാടിയ മുഖം ഒന്ന് വിടർന്നു. വിശപ്പ് മാറ്റാനുള്ള വകയായല്ലോ എന്ന ആശ്വാസത്തിലായിരുന്നു അവൾ. എന്നാൽ പെട്ടെന്നാണ് നോട്ടിനൊപ്പം താഴെ റോഡിലേക്ക് വീണ ആ തിളക്കത്തിലേക്ക് അവളുടെ കണ്ണുടക്കിയത്. മഴവെള്ളം വീണ് റോഡിൽ കിടന്ന് തിളങ്ങുന്ന ഒരു വജ്രമോതിരം. അവൾ അമ്പരന്നു പോയി. അത് വെറുമൊരു മോതിരമല്ല, ലക്ഷങ്ങൾ വിലമതിക്കുന്നതാണെന്ന് അവൾക്ക് മനസ്സിലായില്ലെങ്കിലും എന്തോ ഒരു പ്രത്യേകത അവൾക്ക് തോന്നിയിരുന്നു. ആ പണക്കാരൻ അറിയാതെ വീണു പോയതാണ്. ഒട്ടും ആലോചിച്ചു നിൽക്കാൻ അവൾക്ക് സമയമുണ്ടായിരുന്നില്ല. അവൾ വേഗം കുനിഞ്ഞ് ആ മോതിരം കയ്യിലെടുത്തു. തലയുയർത്തി നോക്കുമ്പോൾ അമിതിന്റെ കാർ തിരക്കുകൾക്കിടയിലൂടെ മുന്നോട്ട് നീങ്ങുകയാണ്. സാറേ, നിൽക്കൂ! അവൾ ഉറക്കെ വിളിച്ചു കൂവിക്കൊണ്ട് ആ കാറിന് പിന്നാലെ ഓടാൻ തുടങ്ങി. കാറിനുള്ളിലിരുന്ന അമിത് സൈഡ് മിററിലൂടെ വെറുതെ ഒന്ന് നോക്കി. ആ കാഴ്ച അവനെ അത്ഭുതപ്പെടുത്തി. ആ പെൺകുട്ടി തന്റെ കാറിന് പിന്നാലെ കൈവീശിക്കൊണ്ട് ഓടി വരുന്നു. ഇനി എന്താണ്? പണം കുറഞ്ഞു പോയോ? അതോ വേറെ എന്തെങ്കിലും ചോദിക്കാനാണോ? അർജുൻ ചിന്തിച്ചുകൊണ്ടേയിരുന്നു. സാധാരണയായി ഭിക്ഷക്കാർ പണം കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ പിന്നാലെ വരാറില്ല. പക്ഷേ ഇവൾ എന്തിനാണ് ഇങ്ങനെ കിതച്ചുകൊണ്ട് ഓടി വരുന്നത്? അവഗണിച്ചു കൊണ്ടുപോകാമെന്ന് ആദ്യം കരുതിയെങ്കിലും അവൾ കൈ ഉയർത്തി കാണിച്ചുകൊണ്ട് പ്രാണൻ പോകുന്ന പോലെ ഓടുന്നത് കണ്ടപ്പോൾ അർജുന്റെ മനസ്സ് മന്ത്രിച്ചു. വണ്ടി നിർത്തണം. എന്തോ ഒരു ഉൾവിളി പോലെ അവൻ കാർ സൈഡിലേക്ക് ഒതുക്കി ബ്രേക്ക് ചവിട്ടി.
കാർ ഒതുക്കി നിർത്തി അർജുൻ വേഗത്തിൽ പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴേക്കും ശ്വാസം കിട്ടാതെ കിതച്ചുകൊണ്ട് അവൾ അവന്റെ തൊട്ടു മുന്നിലെത്തിയിരുന്നു. മഴയിൽ പൂർണ്ണമായും നനഞ്ഞു കുതിർന്ന അവളുടെ മുടിയിഴകളിൽ നിന്നും മുഖത്തു നിന്നും വെള്ളം ഇറ്റിറ്റ് വീഴുന്നുണ്ടായിരുന്നു. ഒന്നും സംസാരിക്കാൻ അവൾക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല. അവൾ വിറയ്ക്കുന്ന തന്റെ വലതു കൈ മെല്ലെ അമിത്തിന് നേരെ നീട്ടി. ആ മുഷ്ടിക്കുള്ളിൽ എന്താണെന്നറിയാനുള്ള ആകാംക്ഷയോടെ അവൻ ഉറ്റുനോക്കി. അവൾ സാവധാനം തന്റെ വിരലുകൾ തുറന്നു. അമിത്തിന്റെ കണ്ണുകൾ അത്ഭുതം കൊണ്ട് വിടർന്നു പോയി. അവളുടെ നനഞ്ഞ ഉള്ളംകൈയിൽ കിടന്ന് തന്റെ വജ്രമോതിരം തിളങ്ങുന്നു. അവൻ പെട്ടെന്ന് തന്റെ കൈവിരലുകളിലേക്ക് ഒന്ന് നോക്കി. ശരിയാണ്, 100 രൂപ നോട്ട് കൊടുത്തപ്പോൾ വിരലിൽ നിന്ന് അറിയാതെ ഊരിപ്പോയതാണത്. അവൻ ശരിക്ക് അന്താളിച്ചു പോയി. ആ നിമിഷം അവന്റെ മനസ്സ് വല്ലാതെ ഒന്ന് പ്രക്ഷുബ്ധമായി. ലക്ഷങ്ങൾ വിലമതിക്കുന്ന വജ്രമോതിരമാണ് അവളുടെ കയ്യിലിരിക്കുന്നത്. തെരുവിൽ കിടന്നുറങ്ങുന്ന ഒരു നേരത്തെ ആഹാരത്തിനു വേണ്ടി കൈനീട്ടുന്ന ഒരു പെൺകുട്ടി. അവൾക്ക് വേണമെങ്കിൽ ആ മോതിരം സ്വന്തമാക്കാമായിരുന്നു. ആരും അറിയാൻ പോകുന്നില്ല. അത് വിറ്റാൽ ഒരു പക്ഷെ അവളുടെ ജീവിതത്തിലെ ദാരിദ്ര്യം തന്നെ മാറിയേനെ. എന്നിട്ടും എന്നിട്ടും ആ മോതിരം സ്വന്തമാക്കാൻ ശ്രമിക്കാതെ അത് തിരികെ ഏൽപ്പിക്കാൻ വേണ്ടി ഈ പെരുമഴയത്ത് തന്റെ കാറിന് പിന്നാലെ അവൾ ഓടി വന്നിരിക്കുന്നു. അവളുടെ ആ സത്യസന്ധതയ്ക്ക് മുന്നിൽ താൻ ഒന്നുമല്ല എന്ന് അമിത്തിന് തോന്നിപ്പോയി. വല്ലാത്തൊരു ആദരവോടെയും കുറ്റബോധത്തോടെയും അവൻ അവളെ തന്നെ നോക്കി നിന്നു. അർജുൻ അവളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി. മഴത്തുള്ളികൾ പറ്റിപ്പിടിച്ച ആ മുഖത്തിന് വല്ലാത്തൊരു വശ്യതയുണ്ടായിരുന്നു. വെറുമൊരു സൗന്ദര്യമായിരുന്നില്ല അത്. യുഗങ്ങൾക്കിപ്പുറം വീണ്ടും കണ്ടുമുട്ടിയ ആത്മസഖിയെപ്പോലെ. 7 ജന്മങ്ങൾക്കപ്പുറം എവിടെയോ നഷ്ടപ്പെട്ടു പോയ തന്റെ പാതിയാണ് മുന്നിൽ നിൽക്കുന്നതെന്ന് അവന്റെ മനസ്സ് മന്ത്രിച്ചു. ആ കണ്ണുകളിലെ തിളക്കം അവനെ മറ്റേതോ ലോകത്തേക്ക് കൊണ്ടുപോയി. ചുറ്റുമുള്ള ട്രാഫിക് ബഹളങ്ങളോ പെയ്യുന്ന മഴയോ ഒന്നും അവൻ അറിയുന്നുണ്ടായിരുന്നില്ല. യുക്തിയും ബുദ്ധിയും എല്ലാം മരവിച്ച ആ നിമിഷം സ്വയം നിയന്ത്രണം നഷ്ടപ്പെട്ടവനെ പോലെ അവൻ ചോദിച്ചുപോയി, ഞാൻ ഞാൻ നിന്നെ വിവാഹം കഴിച്ചോട്ടെ? ആ ചോദ്യം അന്തരീക്ഷത്തിൽ മുഴങ്ങി നിന്നു. അത് കേട്ടതും അവൾ ശരിക്കും അന്തം വിട്ടുപോയി. ആകാശത്തു നിന്ന് ഇടിമിന്നൽ വെട്ടേറ്റ പോലെ അവൾ തറഞ്ഞു നിന്നു. വിവാഹം? തെരുവിന്റെ കോണിൽ വിശപ്പിന്റെ വിളി മാത്രം കേട്ടുറങ്ങുന്ന, നാളെ എന്ത് സംഭവിക്കുമെന്നറിയാതെ ജീവിക്കുന്ന അവൾക്ക് ആ വാക്കുപോലും അന്യമായിരുന്നു. സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ കഴിയാത്ത ഒന്ന്. കീറിപ്പറഞ്ഞ വസ്ത്രവും മുഷിഞ്ഞ ശരീരവുമായി നിൽക്കുന്ന തന്നോട് കാറിൽ വന്നിറങ്ങിയ ആ വലിയ മനുഷ്യൻ ചോദിക്കുന്നത് വിവാഹം കഴിക്കുമോ എന്നാണ്. അവൾക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. മറുപടി പറയാൻ പോയിട്ട് ഒന്ന് ശ്വാസം വിടാൻ പോലും കഴിയാതെ വിറയ്ക്കുന്ന ചുണ്ടുകളോടെ അവൾ അവനെ തന്നെ നോക്കി നിന്നുപോയി. പക്ഷേ അവളുടെ മറുപടിക്ക് അവൻ കാത്തുനിന്നില്ല. എന്താണ് സംഭവിക്കുന്നതെന്ന് അവൾക്ക് ചിന്തിക്കാൻ കഴിയും മുൻപേ അമിത് അവളുടെ വിറയ്ക്കുന്ന ഇടത് കൈ തന്റെ കൈക്കുള്ളിലാക്കി. പിന്നീട് തിരികെ നൽകാൻ അവൾ കൊണ്ടുവന്ന അതേ വജ്രമോതിരം അവൻ അവളുടെ മോതിരവിരലിലേക്ക് അണിയിച്ചു. ചെളിയും അഴുക്കും പുരണ്ട അവളുടെ വിരലിൽ ആ മോതിരം ഒരു നക്ഷത്രം പോലെ തിളങ്ങി. ആ നിമിഷം ആ തെരുവ് പെൺകുട്ടി അവന്റെ ജീവിതത്തിലെ രാജ്ഞിയായി മാറുകയായിരുന്നു. അവളുടെ കൈ പിടിച്ച് അവൻ കാറിന്റെ മുൻസീറ്റിലേക്ക് ഇരുത്തി. ഒരു പാവയെ പോലെ യാതൊരു എതിർപ്പും കൂടാതെ അവൾ അതനുസരിച്ചു. AC കാറിന്റെ തണുപ്പും ഉള്ളിലെ സുഗന്ധവും അവളെ മത്തു പിടിപ്പിച്ചു. മഴയും വെയിലും മാത്രം അറിഞ്ഞു ശീലിച്ച അവൾക്ക് ഇതൊരു പുതിയ അനുഭവമായിരുന്നു. കാർ മുന്നോട്ട് കുതിച്ചു. പുറകെ ഓടിക്കൂടിയ വാഹനങ്ങളും ബഹളങ്ങളും നനഞ്ഞ തെരുവുകളും അവർക്ക് പിന്നിലായി. നടന്നത് വിശ്വസിക്കാൻ കഴിയാതെ ഇടയ്ക്കിടെ തന്റെ വിരലിലെ മോതിരത്തിലേക്കും പിന്നെ ഡ്രൈവ് ചെയ്യുന്ന അർജുന്റെ മുഖത്തേക്കും നോക്കിക്കൊണ്ടിരുന്നു. ഇതൊരു സ്വപ്നമാണോ, അതോ മരിക്കാൻ പോകുന്നതിന് മുൻപുള്ള എന്തെങ്കിലും മായക്കാഴ്ചയാണോ? അമിത്തിന്റെ കാർ ആ വലിയ ബംഗ്ലാവിന്റെ പോർച്ചിൽ വന്നു നിന്നു. കാറിന്റെ ശബ്ദം കേട്ടതും യൂണിഫോം ധരിച്ച ജോലിക്കാർ ഓടി വന്ന് വാതിൽ തുറക്കാൻ തയ്യാറായി നിന്നു. അമിത് കാറിൽ നിന്നിറങ്ങി. ജോലിക്കാർ ബഹുമാനത്തോടെ തലകുനിച്ച് പതിവ് പോലെ സാർ ഒറ്റയ്ക്കായിരിക്കുമെന്നാണ് അവർ കരുതിയത്. എന്നാൽ ആരും പ്രതീക്ഷിക്കാത്ത കാര്യമാണ് അടുത്തതായി നടന്നത്. അമിത് വേഗത്തിൽ നടന്ന് കാറിന്റെ പാസഞ്ചർ സീറ്റിന്റെ ഡോർ തുറന്നു. അകത്തുനിന്ന് വിറയ്ക്കുന്ന കാലുകളോടെ അവൾ പുറത്തേക്കിറങ്ങി. ആ കാഴ്ച കണ്ട് ജോലിക്കാർ ശരിക്കും ഞെട്ടിപ്പോയി. ഇതാരാണ്? സാർ എന്തിനാണ് ഈ ഭിക്ഷക്കാരിയെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അവർ പരസ്പരം മുഖത്തോട് മുഖം നോക്കി. അവരുടെ കണ്ണുകളിൽ അവളോട് വല്ലാത്തൊരു വെറുപ്പും അവജ്ഞയും ഉണ്ടായിരുന്നു. അവൾക്ക് ആ വലിയ വീടും ചുറ്റും നിൽക്കുന്ന ആളുകളെയും കണ്ട് ഭയം തോന്നി.
അവൾ തിരിഞ്ഞ് കാറിനുള്ളിലേക്ക് തന്നെ കയറാൻ ശ്രമിച്ചു. പക്ഷേ അമിത് അവളുടെ കൈകളിൽ മുറുകെ പിടിച്ചു. അപ്പോഴാണ് ജോലിക്കാർ ആ കാഴ്ച കണ്ടത്. ചെളി പിടിച്ച അവളുടെ വിരലിൽ മൽഹോത്ര കുടുംബത്തിലെ പരമ്പരാഗതമായ കോടികൾ വിലമതിക്കുന്ന ആ വജ്രമോതിരം തിളങ്ങുന്നു. അമിത് ജോലിക്കാരെ നോക്കി ഗൗരവത്തിൽ പറഞ്ഞു, ഇനി മുതൽ ഇവൾ ഈ വീട്ടിലെ വെറുമൊരു അതിഥിയല്ല, അതിലും മുകളിലാണ്. അവൻ അവളുടെ കൈ പിടിച്ച് ആ വലിയ തേക്കിൻ വാതിലിലൂടെ അകത്തേക്ക് നടന്നു. പാൽവെണ്ണ പോലെയുള്ള മാർബിൾ തറയിൽ അവളുടെ ചെളി പിടിച്ച കാൽപ്പാടുകൾ പതിഞ്ഞു. അത് കണ്ട് വൃത്തിയുടെ കാര്യത്തിൽ കണിശക്കാരനായ അമിത് മൽഹോത്ര ഒന്നും മിണ്ടാതെ ഇരുന്നത് ജോലിക്കാർക്ക് അതിശയമായിരുന്നു. പക്ഷേ അമിത് അതൊന്നും ശ്രദ്ധിച്ചില്ല. അവൻ നേരെ പ്രധാന ഹാളിലേക്ക് നടന്നു. അവിടെയുണ്ടായിരുന്ന സോഫയിലേക്ക് അവളെ ഇരുത്തി. അവളൊരു കൊച്ചുകുട്ടിയെപ്പോലെ കണ്ണുകൾ മിഴിച്ച് ആ വീടിന്റെ ഭംഗി നോക്കിക്കൊണ്ടിരുന്നു. ആകാശത്ത് തൂക്കിയിട്ട നക്ഷത്രങ്ങളെ പോലെ തിളങ്ങുന്ന ലൈറ്റുകൾ കണ്ടപ്പോൾ അവളുടെ പച്ചക്കണ്ണുകളിൽ അത്ഭുതം വിരിഞ്ഞു. അമിത് വീടിന്റെ പ്രധാന മേൽനോട്ടക്കാരിയായ സ്ത്രീയെ വിളിച്ചു. ഇവളെ കൊണ്ടുപോയി വൃത്തിയായി കുളിപ്പിക്കൂ. എന്റെ അലമാരയിൽ പുതിയ വസ്ത്രങ്ങളുണ്ട്. ഏറ്റവും മികച്ചത് തന്നെ ഇവൾക്ക് നൽകണം. ഒരു കുറവും വരരുത്. ആ സ്ത്രീ അറപ്പോടെ അവളെ നോക്കിയെങ്കിലും അമിത്തിന്റെ കൽപ്പിക്കുന്ന സ്വരം കേട്ട് അനുസരിക്കാതിരിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. വാ എന്ന് പറഞ്ഞ് അവർ അവളെ വിളിച്ചു. അവൾ പോകാൻ മടിച്ച് അമിത്തിനെ നോക്കി. അമിത് ചിരിച്ചുകൊണ്ട് കണ്ണുകൾ ചിമ്മി കാണിച്ചു. പേടിക്കണ്ട, പോയിട്ട് വാ. ആ വാക്കുകളിലെ വിശ്വാസം കൊണ്ട് അവൾ ആ സ്ത്രീയുടെ കൂടെ അകത്തേക്ക് നടന്നു. അവൾ പടികൾ കയറി പോകുന്നത് നോക്കി അമിത് താഴെ നിന്നു. അവന്റെ മനസ്സിൽ അപ്പോഴും ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമുണ്ടായിരുന്നു. ആരാണിവൾ? ഇവളുടെ കണ്ണുകളിൽ ഒളിഞ്ഞിരിക്കുന്ന ആ രഹസ്യം എന്താണ്? കുളിച്ചു വസ്ത്രം മാറി അവൾ പടികൾ ഇറങ്ങി വരുമ്പോൾ അമിത് മൽഹോത്ര ശരിക്കും കണ്ണെടുക്കാൻ കഴിയാതെ നോക്കി നിന്നുപോയി. വില കൂടിയ വസ്ത്രങ്ങൾക്കുള്ളിൽ അവൾ ഒരു രാജകുമാരിയെ പോലെ സുന്ദരിയായിരുന്നു. പക്ഷേ അടുത്ത നിമിഷം സംഭവിച്ചത് ആരും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ്. സാധാരണ ഒരു പെൺകുട്ടിയെപ്പോലെ നാണിച്ച് തലതാഴ്ത്തി നിൽക്കുന്നതിന് പകരം അവൾ പടികൾ ഓടിയിറങ്ങി. ഹാളിലെ മൃദുവായ സോഫ കണ്ടതും അവൾ അതിലേക്ക് എടുത്തു ചാടി. കൊച്ചുകുട്ടികൾ പുതിയ കളിപ്പാട്ടം കിട്ടുമ്പോൾ കാണിക്കുന്ന അതേ ആവേശമായിരുന്നു അവളിൽ. സോഫയുടെ കുഷ്യനുകൾ ഓരോന്നായി എടുത്ത് അവൾ മുകളിലേക്ക് എടുത്ത് കളിച്ചു. സോഫയിൽ തുള്ളിച്ചാടി അവിടെയുണ്ടായിരുന്ന തിളങ്ങുന്ന സാധനങ്ങളിൽ ഉറ്റുനോക്കി അവൾ ഉറക്കെ ചിരിച്ചു. ഹായ്, നല്ല രസം. അവൾ കൈകൊട്ടി ചിരിക്കാൻ തുടങ്ങി. ഒരു മുതിർന്ന യുവതിയുടെ ശരീരവളർച്ച ഉണ്ടെങ്കിലും 5 വയസ്സുകാരിയുടെ മനസ്സാണ് അവൾക്കെന്ന് ആ നിമിഷമാണ് എല്ലാവർക്കും മനസ്സിലായത്. അവിടെ നിന്നിരുന്ന വേലക്കാർ പരസ്പരം നോക്കി ചിരിക്കാൻ തുടങ്ങി. അവരുടെ മുഖത്ത് പുച്ഛം നിറഞ്ഞു നിന്നു. ഇവൾ ഇതെന്തായി കാണിക്കുന്നത്? ഭിക്ഷക്കാരിയാണെങ്കിലും വലിയ വീട്ടിലെയാണെന്ന് തോന്നും. കണ്ടാൽ നല്ല ചേലൊക്കെ ഉണ്ടല്ലോ. പക്ഷേ ഇതെന്താ ഇവൾ ഈ കാണിക്കുന്നത്? ഒരു വേലക്കാരി അടുത്തു നിന്നവളോട് രഹസ്യമായി പറഞ്ഞു. നമ്മുടെ സാറിന് പറ്റിയ അമളിയെ, ഈ ഭ്രാന്തിയെയാണല്ലോ കെട്ടിക്കൊണ്ടുവന്നത്. അവർ വായ പൊത്തിപ്പിടിച്ച് കളിയാക്കി ചിരിച്ചു. അവരുടെ സംസാരവും ചിരിയും അമിത് മൽഹോത്ര ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവന്റെ നെഞ്ചിൽ വല്ലാത്തൊരു ഭാരം തോന്നി. താൻ വിവാഹം കഴിക്കാമെന്ന് വാക്കുകൊടുത്തത് പക്വതയില്ലാത്ത, ലോകമെന്താണെന്നറിയാത്ത ഒരു പിഞ്ചു കുഞ്ഞിന്റെ മനസ്സുള്ളവളെയാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. അവൾ ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. അവൾ ആ വലിയ മുറിയിലൂടെ ഓടി നടക്കുകയായിരുന്നു. ഇടയ്ക്ക് വലിയ കണ്ണാടിയിൽ നോക്കി സ്വന്തം രൂപം കണ്ട് കുട്ടികളെ പോലെ ചിലച്ചു. അമിത് വേലക്കാരെ നോക്കി രൂക്ഷമായി ഒന്ന് മുരണ്ടു. ആ നോട്ടം കണ്ടതും അവരുടെ ചിരി നിലച്ചു. എല്ലാവരും ഭയത്തോടെ തല താഴ്ത്തി. അമിത് മെല്ലെ അവളുടെ അടുത്തേക്ക് നടന്നു. അവൻ വരുന്നത് കണ്ട് അവൾ കളി നിർത്തി. പേടിയോടെ സോഫയുടെ പിന്നിലേക്ക് ഒളിച്ചു. ആരോ വഴക്കു പറയാൻ വരുന്നത് പോലെ അവൾ ചുണ്ടു വിളർത്തി കരയാൻ തുടങ്ങി. അമിത് ചിരിച്ചുകൊണ്ട് അവളുടെ നേരെ കൈനീട്ടി. പേടിക്കേണ്ട, വാ. ഒരു കുട്ടിയെ വിളിക്കുന്നത് പോലെ അവൾ സ്നേഹത്തോടെ വിളിച്ചു. അമിത് നീട്ടിയ കൈകളിൽ പിടിക്കാൻ ആദ്യം അവൾ മടിച്ചു. ഭയം നിറഞ്ഞ വലിയ കണ്ണുകളോടെ അവൾ അവനെ നോക്കി. വിശക്കുന്നില്ലേ നിനക്ക്? വാ, നമുക്കെന്തെങ്കിലും കഴിക്കാം. അവളുടെ മുഖത്ത് ഒരു ദയനീയ ഭാവം വന്നു. അവൾ മെല്ലെ തലയാട്ടി. അമിത് അവളെയും കൂട്ടി വലിയ ഡൈനിങ് ഹാളിലേക്ക് നടന്നു. നീളൻ മേശയിൽ വിഭവസമൃദ്ധമായ ഭക്ഷണം നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കണ്ടതും അവളുടെ കണ്ണുകൾ വിടർന്നു. അവൾ ഓടിച്ചെന്ന് കസേരയിലിരുന്നു. എന്നാൽ മുന്നിലുള്ള സ്വർണ്ണ നിറമുള്ള പ്ലേറ്റും പലതര സ്പൂണുകളും ഫോർക്കുകളും കണ്ടപ്പോൾ അവൾ ആശയക്കുഴപ്പത്തിലായി. എങ്ങനെ കഴിക്കണമെന്നറിയാതെ അവൾ അമിത്തിനെയും ചുറ്റു നിൽക്കുന്ന ജോലിക്കാരെയും മാറി മാറി നോക്കി. വിശപ്പ് സഹിക്കാൻ വയ്യാതെ അവൾ വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് പാത്രത്തിലേക്ക് കൈയിട്ടു. പക്ഷേ ശീലമില്ലാത്തതുകൊണ്ട് ഭക്ഷണം മേശയിലും താഴെയും ചിതറി വീണു. അത് കണ്ട് വേലക്കാർ മുഖം ചുളിച്ചു. എന്താ സാർ ഇത്? ഇവൾക്ക് തീരെ വെളിവില്ല. ഇങ്ങനെയുള്ളവരെ ഡൈനിങ് ടേബിളിൽ ഇരുത്തുന്നത് തന്നെ വൃത്തികേടാണ്.
ഒരു വേലക്കാരി പിറുപിറുത്തു. അമിത് അത് കേട്ടെങ്കിലും ദേഷ്യപ്പെട്ടില്ല. അവൻ ശാന്തനായി അവളുടെ കസേരയുടെ അരികിലേക്ക് നീങ്ങിയിരുന്നു. അവൻ സ്വന്തം കൈകൾ കൊണ്ട് ചോറും കറികളും പ്ലേറ്റിൽ കുഴച്ചു. ഒരു ഉരുള ചോറെടുത്ത് അവളുടെ വായുടെ നേരെ നീട്ടി. ആ, കഴിച്ചോ? അവൾ അത്ഭുതത്തോടെ അമിത്തിനെ നോക്കി. തെരുവിൽ എച്ചിലിലകൾക്ക് മുന്നിൽ പട്ടിണി കിടന്നുറങ്ങിയ രാത്രികളിൽ അവൾ കൊതിച്ച സ്നേഹം. അവൾ വായ തുറന്നു. അമിത് സ്നേഹത്തോടെ ആ ഉരുള അവളുടെ വായിൽ വെച്ചു കൊടുത്തു. ഒരു കൊച്ചുകുട്ടിയെപ്പോലെ അവൾ അത് കഴിച്ചു. അമിത് ഓരോ ഉരുളയും വാരിക്കൊടുത്തു. ഈ കാഴ്ച കണ്ട് വേലക്കാർ ശരിക്കും സ്തംഭിച്ചു പോയി. ബിസിനസ് ലോകത്തെ രാജാവായ അമിത് മൽഹോത്ര പേര് പോലുമില്ലാത്ത ബുദ്ധിമാന്ദ്യമുള്ള ഒരു തെരുവ് പെൺകുട്ടിക്ക് സ്വന്തം കൈകൊണ്ട് ഭക്ഷണം വാരിക്കൊടുക്കുന്നു. അവരുടെ കളിയാക്കലുകൾ തൊണ്ടയിൽ കുടുങ്ങി. ആ സ്നേഹത്തിന് മുന്നിൽ അവർക്ക് തലകുനിക്കേണ്ടി വന്നു. വയർ നിറഞ്ഞപ്പോൾ അവൾ അമിതിനെ നോക്കി മനോഹരമായി ചിരിച്ചു. ആ ചിരിയിൽ അമിത് മൽഹോത്ര തന്റെ എല്ലാ ടെൻഷനുകളും മറന്നു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് അമിത് അവളെ കൈപിടിച്ച് എഴുന്നേൽപ്പിച്ചു. വയർ നിറഞ്ഞതിന്റെ സന്തോഷം അവളുടെ മുഖത്തുണ്ടായിരുന്നു. ആ കണ്ണുകൾ ഇപ്പോൾ കൂടുതൽ തിളങ്ങുന്നുണ്ടായിരുന്നു. അമിത് അവളെയും കൂട്ടി ഹാളിലെ വലിയ ജനാലക്കരികിലേക്ക് നടന്നു. പുറത്ത് മഴ തോർന്നിരുന്നു. മേഘങ്ങൾ മാറി ആകാശം തെളിഞ്ഞു വരുന്നു. അമിത് അവളുടെ മുഖത്തേക്ക് നോക്കി. നിന്റെ പേരെന്താണ്? നിന്നെ ഞാൻ എന്താണ് വിളിക്കേണ്ടത്? ആ ചോദ്യം കേട്ടതും അവളുടെ മുഖത്തെ ചിരി മാഞ്ഞു. അവൾ ശൂന്യതയിലേക്ക് നോക്കി. പേര്? തനിക്കൊരു പേരുണ്ടോ? അവൾ ഓർക്കാൻ ശ്രമിച്ചു. പക്ഷേ ഇരുട്ടു മാത്രം. അവൾ നിസ്സഹായതയോടെ തലയാട്ടി. അമിത് അത് പ്രതീക്ഷിച്ചിരുന്നു. അവൻ സാരമില്ലെന്ന രീതിയിൽ പുഞ്ചിരിച്ചു. പിന്നെ അവൻ അവളുടെ ആഴമേറിയ നക്ഷത്രങ്ങൾ പോലെ തിളങ്ങുന്ന കണ്ണുകളിലേക്ക് നോക്കി. ആ കണ്ണുകളിലെ വശ്യത അവനെ വീണ്ടും അത്ഭുതപ്പെടുത്തി. ഈ കണ്ണുകൾ, ഇതിൽ 1000 നക്ഷത്രങ്ങൾ ഒളിച്ചിരിപ്പുണ്ട്, അമിത് സ്വയം പറഞ്ഞു. നക്ഷത്ര കണ്ണുള്ള രാജകുമാരി. പെട്ടെന്ന് അവന്റെ മനസ്സിൽ ഒരു പേര് തെളിഞ്ഞു. സിതാര. അവൻ ആ പേര് മെല്ലെ വിളിച്ചു. സിതാര, നിനക്ക് ഈ പേര് ഇഷ്ടമായോ? ആ പേര് കേട്ടതും അവൾ ഒന്ന് ഞെട്ടി. സിതാര. ആ വാക്കിൽ എന്തോ ഒരു മാന്ത്രികത ഉള്ളതുപോലെ. അവൾ ആ പേര് ചുണ്ടുകൾ കൊണ്ട് മന്ത്രിച്ചു. സിതാര. അവളുടെ കണ്ണുകൾ വിടർന്നു. അറിയാതെ തന്നെ അവളുടെ മുഖത്തൊരു പുഞ്ചിരി വിരിഞ്ഞു. അവൾ തലയാട്ടി. ആ പേര് തനിക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് സമ്മതിച്ചു. അമിത് സന്തോഷത്തോടെ പറഞ്ഞു. ശരി, ഇനി മുതൽ നീയാണ് സിതാര, ഈ വീടിന്റെ വെളിച്ചം. അവൾ വീണ്ടും സിതാര എന്ന് പറഞ്ഞ് ചിരിച്ചു തുടങ്ങി. അവൾ സന്തോഷം കൊണ്ട് കൈകൊട്ടി ചിരിച്ചു. രാത്രി ഏറെ വൈകിയിരുന്നു. പുറത്ത് മഴയുടെ ശക്തി കൂടി. ഇടയ്ക്കിടെ ജനാലയിലൂടെ മിന്നൽ വെളിച്ചം മുറിയിലേക്ക് അടിച്ചു കയറുന്നുണ്ടായിരുന്നു. മൃദുവായ വലിയ കട്ടിലിൽ സിതാര കിടക്കുകയായിരുന്നു. പക്ഷേ അവൾക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. അപരിചിതമായ മുറി, വലിയ നിഴലുകൾ. അവൾ പുതപ്പിനുള്ളിൽ ചുരുണ്ടുകൂടി കിടന്നു. പെട്ടെന്നാണ് ആകാശത്തെ കീറിമുറിച്ചുകൊണ്ട് ഭീകരമായ ഒരു മിന്നലുണ്ടായത്. തൊട്ടു പിന്നാലെ കാതടിപ്പിക്കുന്ന ശബ്ദത്തിൽ ഇടിമുഴക്കം. അവൾ അലറിക്കരഞ്ഞു. ആ ശബ്ദത്തിൽ എന്തോ വലിയ അപകടം നടന്നതുപോലെയുള്ള ഭീതി ഉണ്ടായിരുന്നു. പഴയ ഏതോ ദുരന്തത്തിന്റെ ഓർമ്മകൾ അവളിൽ പേടിപ്പെടുത്തുന്നത് പോലെ. തൊട്ടടുത്ത മുറിയിലായിരുന്ന അമിത് ആ നിലവിളി കേട്ട് ഞെട്ടിത്തെറിച്ചു. അവൻ വേഗം സിതാരയുടെ മുറിയിലേക്ക് വന്നു. വാതിൽ തുറന്നപ്പോൾ കണ്ട കാഴ്ച അവന്റെ ഹൃദയം തകർക്കുന്നതായിരുന്നു. കട്ടിലിന്റെ ഒരു മൂലയിൽ ചെവികൾ രണ്ടും കൈകൊണ്ട് അമർത്തിപ്പിടിച്ച് വിറച്ചു വിറച്ച് കരയുന്ന സിതാര. അമിത് ഓടിച്ചെന്ന് അവളെ തൊട്ടു. അവന്റെ സ്പർശനം അറിഞ്ഞതും അവൾ ചാടി എഴുന്നേറ്റ് അവനെ വട്ടം പിടിച്ചു. ഒരു കൊച്ചുകുട്ടി അച്ഛനെ കെട്ടിപ്പിടിക്കുന്നത് പോലെ അവൾ അവന്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി. അവളുടെ ശരീരം പേടി കൊണ്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു. പേടിയാവുന്നു, പോകല്ലേ, എന്നെ വിട്ടു പോകല്ലേ. അവൾ അവന്റെ ഷർട്ടിൽ മുറുകെ പിടിച്ചു കരഞ്ഞു. അവളുടെ കണ്ണുനീർ അവന്റെ നെഞ്ചു നനച്ചു. ആ നിമിഷം അമിത് മൽഹോത്ര എന്ന ബിസിനസ്സുകാരൻ വെറുമൊരു മനുഷ്യനായി മാറി. അവൻ അവളെ ചേർത്ത് പിടിച്ചു. അവളുടെ മുടിയിൽ തടവിക്കൊണ്ട് അവൻ ആശ്വസിപ്പിച്ചു. ഇല്ല, ഞാൻ എങ്ങും പോകില്ല, പേടിക്കണ്ട, ഞാൻ ഇവിടെ ഇല്ലേ. അവന്റെ ഹൃദയമിടിപ്പ് കേട്ടപ്പോൾ അവൾക്ക് സാവധാന ആശ്വാസം തോന്നി തുടങ്ങി. പുറത്ത് ഇടിമുഴക്കം തുടരുന്നുണ്ടായിരുന്നുവെങ്കിലും അമിത്തിന്റെ കൈകൾക്കുള്ളിൽ അവൾ സുരക്ഷിതയായിരുന്നു. ആ സുരക്ഷിതത്വത്തിൽ മെല്ലെ മെല്ലെ അവളുടെ കരച്ചിൽ നിലച്ചു. അവനെ വിടാതെ തന്നെ അവന്റെ നെഞ്ചിൽ ചാരിയിരുന്ന് അവൾ എപ്പോഴോ ഉറങ്ങിപ്പോയി. അവളെ കട്ടിലിൽ കിടത്താൻ ശ്രമിച്ചെങ്കിലും അവൾ അവന്റെ കൈ വിടുന്നുണ്ടായിരുന്നില്ല. ഒടുവിൽ നിവർത്തിയില്ലാതെ അമിത് ആ കട്ടിലിന്റെ അരികിൽ അവൾക്ക് കൂട്ടിരുന്നു.
അവളുടെ കൈവിരലുകൾ അപ്പോഴും അമിത്തിന്റെ കൈകളിൽ മുറുകെ പിടിച്ചിരുന്നു. പുറത്തെ മഴയുടെ ശബ്ദം കുറഞ്ഞു തുടങ്ങി. മുറിയിൽ നേർത്ത നിശബ്ദത പരന്നു. രാത്രി വിളക്കിന്റെ അരണ്ട വെളിച്ചത്തിൽ ഉറങ്ങുന്ന സിതാരയുടെ മുഖത്തേക്ക് നോക്കി അമിത് അവിടെ തന്നെ ഇരുന്നു. അവളുടെ മുഖത്ത് ഇപ്പോൾ പേടിയില്ല, പകരം സുരക്ഷിതമായ കൈകളിൽ എത്തിപ്പെട്ടതിന്റെ സമാധാനം മാത്രം. അവൻ സ്വയം ചോദിച്ചു, എന്താണ് താൻ ഈ ചെയ്തത്? മുംബൈ നഗരത്തിലെ ഏറ്റവും വലിയ ബിസിനസ് സാമ്രാജ്യത്തിന്റെ ഉടമ, കണക്കുകൂട്ടലുകൾ മാത്രം നടത്തി ശീലിച്ച അമിത് മൽഹോത്ര, തെരുവിൽ കണ്ട പേര് പോലും അറിയാത്ത ഒരു പെൺകുട്ടിയെ കൈപിടിച്ച് വീട്ടിൽ കയറ്റിയിരിക്കുന്നു. ലോകമറിഞ്ഞാൽ തനിക്ക് ഭ്രാന്താണെന്ന് പറയും. അവൻ നെടുവീർപ്പിട്ടു. അവന്റെ കണ്ണുകൾ മുറിയിലെ ആഡംബരങ്ങളിലൂടെ ഒന്ന് സഞ്ചരിച്ചു. പക്ഷേ അവർക്കാർക്കും അറിയില്ലല്ലോ ഈ അമിത് മൽഹോത്രയുടെ ഉള്ളിലെ ശൂന്യത. അവന്റെ മനസ്സ് ഓർമ്മകളിലേക്ക് സഞ്ചരിച്ചു. പണം, അധികാരം, ബംഗ്ലാവ്, കാറുകൾ എല്ലാം ഉണ്ട്. പുറമേ നിന്ന് നോക്കുന്നവർക്ക് അമിത് ഭാഗ്യവാനാണ്. പക്ഷേ ആരും കാണാത്ത ഒരു സത്യമുണ്ട്. അച്ഛനും അമ്മയും ഇല്ലാത്ത സ്നേഹം എന്താണെന്നറിയാതെ വളർന്ന ഒരു അനാഥ ബാലൻ ഇന്നും എന്റെ ഉള്ളിലുണ്ട്. പണത്തിന് ചൂടുണ്ടാവില്ലെന്നും അത് കെട്ടിപ്പിടിച്ചു കിടന്നാൽ സമാധാനം കിട്ടില്ലെന്നും ആരും എന്നോട് പറഞ്ഞിട്ടില്ല. അവൻ സിതാരയുടെ മുഖത്തേക്ക് വീണ്ടും നോക്കി. ഇന്ന് ആ സിഗ്നലിൽ വെച്ച് മഴയത്ത് വിറച്ചു നിൽക്കുന്ന ഇവളെ കണ്ടപ്പോൾ, ആ കണ്ണുകളിലെ നിസ്സഹായത കണ്ടപ്പോൾ എനിക്ക് തോറ്റത് ഞാനല്ല, എന്റെ ഏകാന്തതയാണ്. ഇവളുടെ കണ്ണുകളിൽ ഞാൻ കണ്ടത് എന്നെ തന്നെയായിരുന്നു. ആൾക്കൂട്ടത്തിനിടയിൽ ഒറ്റപ്പെട്ടുപോയ ആരെങ്കിലും ഒന്ന് ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്ന അതേ ഏകാന്തത. അവൻ അവളുടെ മുടിയിഴകളിൽ മെല്ലെ തലോടി. എന്റെ ബാല്യത്തിൽ എനിക്ക് കിട്ടാതെ പോയത് ഈ സുരക്ഷിതത്വമാണ്. ഇടിമിന്നൽ പേടിച്ച് കരഞ്ഞപ്പോൾ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കാൻ എനിക്ക് ആരുമില്ലായിരുന്നു. ആ വലിയ വീടിന്റെ ഇരുളടഞ്ഞ മുറിയിൽ ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞ ആ പഴയ അമിതാണ് ഇന്ന് നിനക്ക് മുന്നിൽ തോറ്റുപോയത്. അവന്റെ കണ്ണുകൾ അല്പം നനഞ്ഞു. ഇവളെ എനിക്ക് ഉപേക്ഷിക്കാൻ കഴിയില്ല. കാരണം ഇവളെ രക്ഷിക്കുമ്പോൾ ഞാൻ രക്ഷിക്കുന്നത് എന്നെ തന്നെയാണ്, എന്റെ ഉള്ളിലെ അനാഥത്വത്തെയാണ്. അവന്റെ കയ്യിലുള്ള പിടിമുറുക്കിക്കൊണ്ട് അവൾ ഉറക്കത്തിലൊന്ന് ഞരങ്ങി. അമിത് ഒരു പുഞ്ചിരിയോടെ ആ കസേരയിലേക്ക് ചാരിയിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ആ രാത്രി അമിത് മൽഹോത്രയും സമാധാനത്തോടെ ഉറങ്ങി. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞു. വീട്ടിലെ ഹാളിൽ സോഫയിലിരുന്ന് കളിക്കുകയായിരുന്നു സിതാര. അമിത് അവൾക്ക് വാങ്ങിക്കൊടുത്ത പുതിയ കളിപ്പാട്ടങ്ങൾ കണ്ട് അവളുടെ കണ്ണുകളിൽ അത്ഭുതം വിരിയുന്നുണ്ടായിരുന്നു. പെട്ടെന്നാണ് മുറ്റത്ത് ഒരു കാർ വന്ന് നിന്ന ശബ്ദം കേട്ടത്. കാറിന്റെ ഡോർ വലിച്ചടയ്ക്കുന്ന ശബ്ദത്തിൽ തന്നെ വന്ന ആളുടെ ദേഷ്യം വ്യക്തമായിരുന്നു. അമിത് മൽഹോത്രയുടെ അമ്മായി, തറവാട്ടിലെ മഹിമയിലും പണത്തിലും അഹങ്കരിക്കുന്ന സ്ത്രീ. അവർ കൊടുങ്കാറ്റ് പോലെ വീടിനകത്തേക്ക് കയറി വന്നു. എടാ അമിതേ! ശബ്ദം കേട്ട് അമിത് കോണിപ്പടികൾ ഇറങ്ങി വന്നു. അമ്മായിയുടെ കണ്ണുകൾ നേരെ പോയത് സോഫയിലിരിക്കുന്ന സിതാരയുടെ നേർക്കാണ്. നാട്ടുകാർ പറയുന്നത് സത്യമാണോ അമിതേ? തെരുവിൽ അലഞ്ഞു തിരിഞ്ഞു നടന്ന ഏതോ ഒരു ഭിക്ഷക്കാരിയെ നീ ഈ മൽഹോത്ര കുടുംബത്തിലേക്ക് കെട്ടിക്കൊണ്ടുവന്നെന്ന്. അവർ സിതാരയുടെ അടുത്തേക്ക് ചെന്നു. സിതാര ഒന്നും മനസ്സിലാകാതെ പേടിയും കൗതുകവും നിറഞ്ഞ കണ്ണുകളോടെ അവരെ നോക്കി. അമ്മായി സിതാരയെ അടിമുടിയൊന്ന് നോക്കി. എന്നിട്ട് പുച്ഛത്തോടെ പറഞ്ഞു, ഈ കോലത്തെയാണോ നീ ഈ കുടുംബത്തിലേക്ക് കൊണ്ടുവന്നത്? നിനക്ക് നാണമില്ലേ? നമ്മുടെ കുടുംബത്തിന്റെ അന്തസ് കളയാനായിട്ട്. അമ്മായിയുടെ ഉച്ചത്തിലുള്ള സംസാരം കേട്ട് സിതാര പേടിച്ചു. അവൾ കയ്യിലിരുന്ന പാവക്കുട്ടിയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അവൾക്കൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ഈ സ്ത്രീ എന്തിനാണ് തന്നെ നോക്കി ഇങ്ങനെ ആക്രോശിക്കുന്നതെന്ന് അവൾ അത്ഭുതപ്പെട്ടു. അവൾ നിഷ്കളങ്കമായി അമ്മായിയെ നോക്കി ചോദിച്ചു, ആന്റി, ആന്റി എന്തിനാ വഴക്കു പറയുന്നത്? പാവക്കുട്ടി വേണോ? അവൾ തന്റെ കയ്യിലിരുന്ന പാവയെ അമ്മായിക്ക് നേരെ നീട്ടി. ആ പ്രവൃത്തി അമ്മായിയെ കൂടുതൽ ദേഷ്യം പിടിപ്പിച്ചു. എടി, നിനക്കെന്നെ കളിയാക്കാൻ മാത്രം ധൈര്യമായോ? അമ്മായി അവളുടെ നേരെ കൈ ഓങ്ങി. അമ്മായി! അമിത്തിന്റെ ഗർജനം ആ ഹാളിൽ മുഴങ്ങി. അവൻ ഓടി വന്ന് അമ്മായിക്കും സിതാരയ്ക്കും ഇടയിൽ ഒരു മതിൽ പോലെ നിന്നു. ഇവിടെ വെച്ച്, എന്റെ വീട്ടിൽ വെച്ച് എന്റെ ഭാര്യയുടെ നേരെ വിരൽ ചൂണ്ടാൻ ആർക്കും അധികാരമില്ല, അമ്മായിക്കാണെങ്കിൽ പോലും. അമിത്തിന്റെ കണ്ണുകളിലെ തീ കണ്ട് അവർ ഒന്ന് ഞെട്ടി. അവൻ വീണ്ടും തുടർന്നു, അമ്മായി, പറയുന്നതൊന്നും മനസ്സിലാക്കാനുള്ള ശേഷി ആ പാവത്തിനില്ല. കണ്ടില്ലേ, അമ്മായി വഴക്കു പറയുമ്പോഴും സ്നേഹത്തോടെ കളിപ്പാട്ടം തരുന്ന അവളുടെ മനസ്സ്. കൊച്ചു കുട്ടികളുടെ മനസ്സാണ് അവൾക്ക്. അവളെ ഉപദ്രവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അമ്മായിക്ക് വീണ്ടും ദേഷ്യം സഹിക്കാനായില്ല. അവർ അമിത്തിനെ നോക്കി വിരൽ ചൂണ്ടി. നീ ചെയ്തത് ശരിയല്ല അമിത്തെ, വലിയ തെറ്റാണ്. കുപ്പത്തൊട്ടിയിൽ കിടന്നതിനെ എടുത്ത് കൊട്ടാരത്തിൽ വെച്ചാൽ അത് സ്വർണമാവില്ല. നീ ഇതിനൊക്കെ കണക്ക് പറയേണ്ടി വരും, നാട്ടുകാരുടെ മുന്നിൽ ഞങ്ങളെ നാണം കെടുത്താനായിട്ട്.
അവർ വെറുപ്പോടെ സിതാരയെ ഒന്നുകൂടി നോക്കി. ഇവൾ ഈ വീടിനൊരു ശാപമായിരിക്കും, നോക്കിക്കോ. അത്രയും പറഞ്ഞ് അവർ വന്നതിനേക്കാൾ വേഗത്തിൽ പുറത്തേക്ക് പോയി. അവർ പോയതും സിതാര അമിത്തിന്റെ ഷർട്ടിൽ പിടിച്ചു വലിച്ചു. അമിത്, ആ ആന്റി എന്തിനാ പോയത്? പാവക്കുട്ടി വേണ്ടെന്ന് പറഞ്ഞാ മതിയായിരുന്നല്ലോ. അവളുടെ ആ ചോദ്യം കേട്ടപ്പോൾ അമിത്തിന്റെ കണ്ണു നിറഞ്ഞു. ലോകം മുഴുവൻ അവളെ വെറുത്താലും താൻ കൂടെ ഉണ്ടാകുമെന്ന് അവൻ മനസ്സിൽ ഉറപ്പിച്ചു. സിതാര മുകളിലെ മുറിയിലേക്ക് പോയി. അമിത് ഹാളിൽ ചിന്താമഗ്നനായിരുന്നു. അമ്മായി പോയതോടെ വീട്ടിൽ സമാധാനം തിരികെ വന്നിരുന്നു. അമിത് ഹാളിൽ ഫയലുകൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ മുകളിൽ നിന്ന് സിതാര കോണിപ്പടികൾ ഇറങ്ങി വരുന്നത് അമിത് കണ്ടു. അവൾ വേഗത്തിൽ ഓടി ഇറങ്ങുകയായിരുന്നു. സിതാര, പതുക്കെ, വീഴും, അമിത് വിളിച്ചു പറഞ്ഞു. പക്ഷേ അത് കേൾക്കുന്നതിന് മുൻപേ പടികളിൽ എവിടെയോ അവളുടെ കാലൊന്ന് തെന്നി. ബാലൻസ് കിട്ടാതെ അവൾ മുന്നോട്ടാഞ്ഞു. പിടിവള്ളി കിട്ടാതെ അവളുടെ തല സ്റ്റെയർകേസിന്റെ തടിയിലുള്ള കൈവരിയിൽ ശക്തമായി ഇടിച്ചു. ഒരു ഞരക്കത്തോടെ അവൾ പടിയിൽ ഇരുന്നു പോയി. അമിത് നെഞ്ചിടിപ്പോടെ ഓടിച്ചെന്നു. സിതാര. അവൻ അവളുടെ അടുത്തിരുന്ന് മുഖമുയർത്തി നോക്കി. നെറ്റിയിൽ ഇടിച്ച ഭാഗം ചുമന്നു വരുന്നുണ്ടായിരുന്നു. നല്ലോണം വേദനിച്ചോ? നോക്കട്ടെ. അമിത് ആവലാതിയോടെ അവളുടെ തലയിൽ തൊടാൻ കൈനീട്ടി. പക്ഷേ അപ്രതീക്ഷിതമായ ഒന്ന് സംഭവിച്ചു. അവൾ അമിത്തിന്റെ കൈ പെട്ടെന്ന് തട്ടിമാറ്റി. അമിത് ഞെട്ടിപ്പോയി. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. ആ നിമിഷം അത് അമിത് കണ്ടു ശീലിച്ച 5 വയസ്സുകാരിയുടെ നിഷ്കളങ്കമായ മുഖമായിരുന്നില്ല. അവളുടെ കണ്ണുകളിൽ വല്ലാത്തൊരു ഗൗരവം. ശരീരഭാഷ ആകെ മാറിയിരുന്നു. മുതിർന്ന, പക്വതയുള്ള, തന്റേടമുള്ള ഒരു സ്ത്രീയെ പോലെ അവൾ അമിതിനെ ഉറ്റുനോക്കി. അവൾ പരുക്കൻ ശബ്ദത്തിൽ ചോദിച്ചു, ആരാ സിതാര? നിങ്ങൾ ആരാണ്? ഹു ആർ യു? അമിത് അന്തം വിട്ടുപോയി. സിതാര, ഇത് ഞാനാണ് അമിത്. നിനക്കെന്നെ? അവൾ പുരികം ചുളിച്ചു. ചുറ്റുമുള്ള വീട് വീക്ഷിച്ചുകൊണ്ട് അവൾ വീണ്ടും ചോദിച്ചു, ഞാനെങ്ങനെ ഇവിടെ എത്തി? ആരാണ് സിതാര? നിങ്ങൾ എന്നെ എന്തിനാണ് ഇങ്ങനെ വിളിക്കുന്നത്? അവളുടെ ശബ്ദത്തിലോ നോട്ടത്തിലോ കുട്ടികളുടേതായ യാതൊരു ലക്ഷണവും ഉണ്ടായിരുന്നില്ല. അവളുടെ ശബ്ദത്തിലോ നോട്ടത്തിലോ പക്വതയില്ലാത്ത ഒരു പെരുമാറ്റവും ഉണ്ടായിരുന്നില്ല. തികച്ചും നോർമലായ ഒരു പെൺകുട്ടി സംസാരിക്കുന്നത് പോലെയായിരുന്നു അത്. അമിത് ഭയത്തോടെ അവളുടെ തോളിൽ പിടിച്ചു കുലുക്കി. എന്താ എന്താ നിനക്ക് പറ്റിയത്? നീ എന്തൊക്കെയായി പറയുന്നത്? അവൻ കുലുക്കിയപ്പോൾ അവൾക്ക് തലവേദനിച്ചതുപോലെ തോന്നി. അവൾ കണ്ണുകൾ മുറുകെ അടച്ചു. അവൾ നെറ്റിയിൽ കൈവച്ചു. അമിത് പേടിച്ചു പോയി. എന്തു പറ്റി? തല കറങ്ങുന്നുണ്ടോ? ഒരു നിമിഷം, വെറും ആ ഒരു നിമിഷം കൊണ്ട് അവളുടെ ഭാവം വീണ്ടും മാറി. കണ്ണു തുറന്നപ്പോൾ ആ ഗൗരവം മാഞ്ഞു പോയിരുന്നു. പഴയ ആ പേടി നിറഞ്ഞ നിഷ്കളങ്കമായ കണ്ണുകൾ തിരിച്ചു വന്നു. അവൾ ചുണ്ടു പിളർത്തിക്കൊണ്ട് അമിതിനെ നോക്കി. അമിത്, നോവുന്നു എനിക്ക്. ഒരു കൊച്ചുകുട്ടിയെ പോലെ അവൾ പരാതി പറഞ്ഞു. അമിത് ശരിക്കും വിയർത്തുപോയി. തൊട്ടു മുൻപ് തന്നെ രൂക്ഷമായി നോക്കി ആരാ സിതാര എന്ന് ചോദിച്ച പെൺകുട്ടി എവിടെ? ഇപ്പോൾ കാണുന്ന ഈ കൊച്ചുകുട്ടി എവിടെ? ഇത് വെറുമൊരു വീഴ്ചയുടെ ആഘാതമല്ലെന്ന് അമിത് ഉറപ്പിച്ചു. അവളുടെ ഉള്ളിൽ മറ്റാരോ ഉണ്ട്. ഇടയ്ക്കിടെ പുറത്തു വരാൻ വെമ്പുന്ന പഴയ വ്യക്തിത്വം. ഈ ഭയമാണ് അമിതിനെ ഉടൻ തന്നെ ഡോക്ടർ വർമ്മയെ വിളിക്കാൻ പ്രേരിപ്പിച്ചത്. സീതാരയുടെ മുറിയിൽ ഡോക്ടർ വർമ്മ പരിശോധനകൾ നടത്തുകയായിരുന്നു. അപ്പോഴും അവൾ അതൊന്നും ശ്രദ്ധിക്കാതെ ജനാലയിലൂടെ പുറത്തെ പൂമ്പാറ്റകളെ നോക്കി കൈകൊട്ടി ചിരിക്കുകയായിരുന്നു. തനിക്ക് ചുറ്റും എന്താണ് നടക്കുന്നതെന്നോ തന്റെ തലയ്ക്കുള്ളിൽ എന്താണെന്നോ ഉള്ള യാതൊരു ബോധവും ആ പാവത്തിനുണ്ടായിരുന്നില്ല. പരിശോധനകൾ കഴിഞ്ഞ് ഡോക്ടർ സ്റ്റെതസ്കോപ്പ് മാറ്റിവെച്ചു. അദ്ദേഹത്തിന്റെ മുഖം വല്ലാതെ മുറുകിയിരുന്നു. അമിത് ആകാംക്ഷയോടെ ചോദിച്ചു, എന്താ ഡോക്ടർ? അവൾക്ക് എന്താ പറ്റിയത്? ഡോക്ടർ വർമ്മ ഒരു നെടുവീർപ്പിട്ടു. എന്നിട്ട് സിതാര കേൾക്കാതിരിക്കാൻ അമിതിനെയും കൂട്ടി മുറിക്ക് പുറത്തേക്ക് വന്നു. അമിത്, കാര്യങ്ങൾ നീ വിചാരിക്കുന്നത് പോലെ നിസ്സാരമല്ല, ഡോക്ടർ ഗൗരവത്തോടെ പറഞ്ഞു. ഇതൊരു സാധാരണ ഓർമ്മക്കുറവോ മാനസിക രോഗമോ അല്ല. ഡോക്ടർ ഒന്ന് നിർത്തി. അമിത് പേടിയോടെ ഡോക്ടറെ നോക്കി. എന്താണ് ഡോക്ടർ? അമിത്, കാര്യങ്ങൾ നീ വിചാരിക്കുന്നത്ര നിസ്സാരമല്ല, ഡോക്ടർ ഗൗരവത്തോടെ പറഞ്ഞു. ഇതൊരു സാധാരണ ഓർമ്മക്കുറവോ മാനസിക രോഗമോ അല്ല. പക്ഷേ ഡോക്ടർ ഒന്ന് നിർത്തി. അമിത് പേടിയോടെ ഡോക്ടറെ നോക്കി. ഈ കഥയുടെ തുടർഭാഗത്തിനായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മിസ്സാകാതിരിക്കാൻ ആ ബെൽ ബട്ടൺ കൂടി അമർത്തുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുകയും വേണം. താങ്ക് യു ഫോർ വാച്ചിങ്.